നമ്മുടെ കുട്ടികൾക്ക് പൊതുവെ സോഷ്യലൈസേഷൻ കുറവാണെന്ന് പറയാറുണ്ട്. അതായത് ആളുകളോട് ഇടപെടാനോ സംസാരിക്കാൻ അറിയില്ല, അങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട്. ആ ഒരു സ്വഭാവത്തിൽ ചെറുതായിട്ടെങ്കിലും മാറ്റം വരുത്താൻ, അങ്ങനെയുള്ള കുട്ടികൾക്ക് അങ്ങനെയുള്ള സ്വഭാവത്തിൽ ചെറുതായിട്ടെങ്കിലും മാറ്റം വരുത്താൻ നമുക്ക് ഈ വെക്കേഷൻ ടൈം ഉപയോഗപ്പെടുത്താം. ഇപ്പം നമ്മൾ ഇടയ്ക്ക് ഒന്ന് നമ്മുടെ റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ പോവുകയോ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോവുകയോ ഫ്രണ്ട്സ് റിലേറ്റീവ്സായിട്ടൊക്കെ ചെറിയ ഔട്ടിംഗ് ഒക്കെ നടത്തുക, അവരുമായിട്ട് നമുക്ക് ചെറിയ ട്രിപ്പൊക്കെ പോവുക, നമ്മൾ തന്നെ അവരെ പ്രായത്തിലുള്ള കുട്ടികളായിട്ടും മറ്റുള്ളവരുമായിട്ടൊക്കെ ഇടപെടാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക, ആ ഇടപെടലിലുള്ള സന്തോഷങ്ങൾ ഉണ്ടാക്കാനുള്ള അവസരങ്ങൾ, ഈ അന്താക്ഷരി അങ്ങനെ ഇങ്ങനെയുള്ള കളികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇട്ടുകൊണ്ട് നമ്മളെ മക്കളും മറ്റു കുട്ടികളുമായിട്ടും മറ്റു മുതിർന്നവരുമായിട്ടൊക്കെ ഇടപെട്ട് അവരുമായിട്ട് സംസാരിക്കാനും ആ ഒരു മടി മാറ്റിയെടുക്കാനും ഒക്കെ നമുക്ക് ഈ വെക്കേഷൻ ടൈം ഉപയോഗിക്കാം. എല്ലാ പേർക്കും എപ്പോഴും ഇപ്പോൾ കുടുംബങ്ങളിലും ഫ്രണ്ട്സിൻ്റെയൊക്കെ വീടുകളിൽ കൊണ്ടുപോകാൻ പറ്റണമെന്നൊന്നുമില്ല. പല ക്യാമ്പുകളുണ്ട്, നല്ല സർഗാത്മകമായ കാര്യങ്ങളൊക്കെ നടത്തുന്ന ക്യാമ്പുകളുണ്ട്. പല പ്രായത്തിലുള്ള കുട്ടികൾക്കും പലതരം സർഗാത്മകതയൊക്കെ പഠിപ്പിക്കുന്ന ക്യാമ്പുകളുണ്ട്. 2 മാസം നീണ്ടതോ ഒരാഴ്ച നീണ്ടതോ ഒക്കെ ആയ ക്യാമ്പുകളുണ്ട്. അത് പറ്റുന്ന ക്യാമ്പ്, നമ്മുടെ അഫോർഡബിളും നമ്മുടെ നാട്ടിൽ പറ്റുന്നതും നമുക്കറിയാവുന്നതുമായ ക്യാമ്പുകൾ മനസ്സിലാക്കി അവിടെ കുട്ടികളെ വിടാം. അങ്ങനെ കുട്ടികളെ സോഷ്യലൈസേഷൻ വളർത്താൻ വേണ്ടിയുള്ള ഒരു നല്ലൊരു സമയമായിട്ട് നമുക്ക് ഈ വെക്കേഷൻ ഉപയോഗപ്പെടുത്താം.